നമസ്കാരം. ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആവേശത്തിലായിരുന്നു മലയാളി ക്രിക്കറ്റ് ആരാധകരടക്കമുള്ള സഞ്ജു ഫാൻസ്. സൂര്യകുമാർ യാദവിന് കീഴിൽ വളരെ ശക്തമായ ടീമിനെയാണ് പരമ്പരയിൽ ഇന്ത്യ അണിനിരത്തുന്നത്. ഈ മാസം 22-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യത്തെ പോരാട്ടം നടക്കുന്നത്. ജയത്തോടെ തന്നെ ദൈർഘ്യമേറിയ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും ഇന്ത്യയുടെ ഈ ഒരു ശ്രമം. അടുത്ത വർഷം ICCയുടെ T20 ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ തന്നെ ഈ ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഇന്ത്യക്ക് ഇനിയുള്ള മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തോടെയായിരിക്കും ഓരോ T20യെയും ഇന്ത്യ സമീപിക്കുക. ലോകകപ്പിലെ ഏറ്റവും ശക്തമായ 11 കണ്ടെത്താൻ ഈ മത്സരങ്ങൾ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര ടീമിലെ ചില താരങ്ങളെ സംബന്ധിച്ചേറെ നിർണായകമാണ്. മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല എങ്കിൽ ഈ പരമ്പരയ്ക്ക് ശേഷം ഇവർ T20 ടീമിൽ നിന്ന് പോലും പുറത്തായേക്കുമെന്ന് അറിയാൻ കഴിയുന്നതാണ്. ഈ പരമ്പര വളരെ നിർണായകമായി മാറിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ നോക്കാം. വെടിക്കെട്ട് ബാറ്ററും ഇടം കൈയ്യൻ ഓപ്പണറുമായ അഭിഷേക് ശർമ്മയാണ് ഈ ലിസ്റ്റിന്റെ ആദ്യത്തെ ആൾ. ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരുടെ അഭാവമാണ് തുടർച്ചയായി മൂന്നാമത്തെ T20 പരമ്പരയിലും അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തത്. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള കഴിഞ്ഞ പരമ്പരകളിലും അഭിഷേക് ടീമിന്റെ ഭാഗമായിരുന്നു. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരുന്നു കഴിഞ്ഞ 7 T20കളിൽ അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളി. 3 സെഞ്ചുറികളടക്കം അടിച്ചെടുത്ത് സഞ്ജു തനിക്ക് ലഭിച്ച അവസരം മുതലാക്കിയപ്പോൾ അഭിഷേകിന് നേടാനായത് ഒരേയൊരു അർദ്ധ സെഞ്ചുറി മാത്രം. എന്നിട്ടും ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിൽ അഭിഷേകിന് മികച്ച പ്രകടനം പുറത്തെടുത്തേ തീരൂ. ഇല്ലെങ്കിൽ അടുത്ത പരമ്പരയിൽ അദ്ദേഹം ടീമിൽ കാണില്ല. ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം ടീമിൽ മടങ്ങിയെത്താൻ കാത്തിരിക്കുകയാണ്. കൂടാതെ അവസരം കാത്ത് സായ് സുദർശനെ പോലെയുള്ളവർ പുറത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവ ഫാസ്റ്റ് ബോളർ ഹർഷിത് റാണയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഏറെ പ്രതീക്ഷയുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ബോർഡർ ഗവസ്കർ ട്രോഫിയിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹർഷിത് റാണ അരങ്ങേറിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ആദ്യമായി ഇപ്പോൾ T20 ടീമിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. ടെസ്റ്റിൽ അത്ര മികച്ച പ്രകടനമല്ല ഹർഷിത് നടത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ താരം ഒരുപാട് റൺസ് വഴങ്ങിയിരുന്നു. ഇതേ തുടർന്ന് പ്ലേയിങ് ലെവലിൽ നിന്നും ഹർഷിത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ക്ഷീണം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഹർഷിതിന് തീർത്തേ തീരൂ. കാരണം സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർക്കെല്ലാം ഇംഗ്ലണ്ടിനെതിരെ വിശ്രമം നൽകിയിരുന്നു. അടുത്ത T20 പരമ്പരയിൽ ഇവരെല്ലാം മടങ്ങിയെത്തുകയും ചെയ്യും. കൂടാതെ പേസ് സെൻസേഷൻ മായങ്ക് യാദവും ടീമിലേക്ക് വിളി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ഹർഷിത്തിന് ടീമിൽ സ്ഥാനം നിലനിർത്താൻ കഴിയുകയുള്ളൂ. യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലാണ് മൂന്നാമത്തെയാൾ. സഞ്ജു സാംസണിന് പിന്നിൽ ബാക്കപ്പ് ആയിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ടീമിൽ ഇടം നേടിയത്. ഈ പരമ്പരയിൽ അവസരം ലഭിച്ചാൽ അദ്ദേഹം തീർച്ചയായും അത് മുതലാക്കിയേ തീരൂ. കാരണം ആഭ്യന്തര ക്രിക്കറ്റിലോ IPLിലോ കാര്യമായി ഒന്നും ചെയ്യാനായിട്ടില്ലാത്ത താരമാണ് ജുറേൽ. എന്നിട്ടും ഈ പരമ്പരയിൽ ഇടം ലഭിച്ചത് താരത്തിന്റെ പ്രതിഭയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഋഷഭ് പന്തിനെ പോലും ഒഴിവാക്കിയാണ് ജുറേലിനെ T20 പരമ്പരയിൽ ഉൾപ്പെടുത്തിയത്. കൂടാതെ അവസാന പരമ്പരകളിൽ ഉണ്ടായിരുന്ന ജിതേഷ് ശർമ്മയും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ കാര്യമായി ഒന്നും ചെയ്യാനായില്ല എങ്കിൽ പരമ്പരയ്ക്ക് ശേഷം ജുറേൽ പുറത്താക്കപ്പെടുകയും ചെയ്യും.